കോളേജ് അടച്ച ദിവസം ആഘോഷിക്കായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് അവിചാരിതമായി മായയെയും ആൽബർട്ടിനെയും പെട്രോൾ ബങ്കിൽ വെച്ച് കണ്ടത്. ആ രാത്രി അവരവിടെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയമായി. ബിനോയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ അവരെ ഫോളോ ചെയ്തു. എടാ ബിനോയ്, ആകെ കുഴപ്പമില്ല തോന്നേ. അവൾ അനങ്ങുന്നില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് പേടിയാകുന്നടാ. ഓടാ, കയ്യിൽ പണവും പിന്നെ പിള്ളൊക്കെ എന്നെ തലച്ചോറുണ്ടെങ്കിൽ ആരെ പേടിക്കാനാ? കാശ് കണ്ട അങ്ങനെ കണ്ണു മഞ്ഞളിക്കും. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കേ. നമ്മൾ ഇവിടെ വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ? കയറി വണ്ടിയില്ല. എന്ത് പോക്കിരിത്തരമാണായി കാണിച്ചത്? ഇത്രയ്ക്ക് വെളിവില്ലാത്ത പണി നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അത് ഞാൻ... വേണ്ട, ഒന്നും പറയണ്ട. എത്രയോ ക്രിമിനൽ കേസുകളിൽ നിന്ന് നിന്നെയും ഫ്രണ്ട്സിനെയും ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് അതുപോലെയാണോ? ആ ഭരതമേനാൻ എങ്ങാനും അറിഞ്ഞാൽ നിന്റെ പൊടി പോലും കാണത്തില്ല. ഇതെങ്ങനെങ്കിലും ഒതുക്കി തീർത്തേ പറ്റുള്ളൂ. എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം. ആ അച്ചായൻ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് പല കേസുകളിലായി കുറെ നീ എനിക്ക് കൊണ്ട് തന്നിട്ടുമുണ്ട്. അതിരിക്കട്ടെ, പറ്റിയതോ പറ്റി. എടാ, രണ്ടിനെ അങ്ങ് തട്ടിയേക്കാമായിരുന്നില്ലേ? അപ്പോ നിങ്ങളാണ് അവനെ കൊന്നത് അല്ലേ? അയ്യോ ഇല്ല സാർ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെയുള്ള ഓരോ ദിവസവും ഒളിവിൽ കഴിയും പോലെയായിരുന്നു. ഏത് നിമിഷവും പോലീസിനെ ഭയന്നു. എന്താ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടത്? സോറി മിസ്റ്റർ മേനോൻ, മായയ്ക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണക്കാരൻ ആൽബർട്ട് ആണെന്ന് കരുതി നിങ്ങൾ അയാളെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? ഇതിനു മുമ്പ് പലപ്പോഴും പല പബ്ലിക് പ്ലേസുകളിലും വെച്ച് ആൽബർട്ടിനെ കൊല്ലുമെന്ന് നിങ്ങൾ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ആം ഐ റൈറ്റ്? ഹോട്ടംബേഡായ ഏതൊരച്ഛനും പറ്റാവുന്ന കൈപ്പിഴ. ഞാൻ അങ്ങനെയേ അതിനെ കണക്കാക്കുന്നുള്ളൂ. എനിക്കറിയേണ്ടത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് നിങ്ങൾ ആ ചെറുപ്പക്കാരനെ കൊന്നു എന്നുള്ളതാണ്. നോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലുമായിരുന്നു, അന്ന് അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയില്ല, ഏതൊരച്ഛനേക്കാളിലും കൂടുതൽ ഞാൻ അവൾക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. നിങ്ങളിപ്പോ ഇത് പറയുന്നത് വരെ എന്റെ ധാരണ അവനാണ് എന്റെ മോടെ ജീവിതം നശിപ്പിച്ചതെന്നായിരുന്നു. 8 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ലേറ്റായി. 11 മണിക്കാണ് ഞാൻ ഡൽഹിയിൽ നിന്നും വീട്ടിലെത്തിയത്. ഡോറ് തുറന്ന് അകത്ത് കയറിയ ഞാൻ മായയുടെ ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തു. കാരണം കോളേജ് അടയ്ക്കുന്ന ദിവസമായിരുന്നു അന്ന്. അവിടെ നിന്നും എനിക്ക് കിട്ടിയ മെസ്സേജ് അവൾ ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോയി എന്നായിരുന്നു. ഞാൻ ആകെ ടെൻസ്ഡായി. ഞാൻ നേരെ ചെന്നത് മായയുടെ മുറിയിലേക്കായിരുന്നു. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആൽബർട്ടിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോകുന്നു എന്ന വിവരം അറിയിക്കുന്ന ഒരു കത്തായിരുന്നു. അവരെ രണ്ടുപേരെ എവിടെ ചെന്നെങ്കിലും കണ്ടുപിടിക്കുക, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഹലോ, യെസ്. എപ്പോ? ഞാനിതാ വരുന്നു. She is in a critical stage. I mean mentally. ഈ കണ്ടീഷനിൽ താൻ അവളെ ഫേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ അത് മതി അവളുടെ മെന്റൽ ബാലൻസ് തെറ്റാൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഡോക്ടർ? ഒന്നും പേടിക്കണ്ടെന്ന്. താൻ ധൈര്യമായി വീട്ടിൽ പോയിക്കോളൂ. ഞാനില്ല ഇവിടെ. സോറി മേനോൻ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ്. പക്ഷേ എന്റെ ചോദ്യം... യെസ്, ആ ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ഞാൻ വീട്ടിലെത്തി.
ആരാണ് ആ ബോഡി അവിടെ കൊണ്ടുവച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചത് പോലീസ് ബോഡി കണ്ടെടുത്താൽ എന്റെ മകൾക്ക് സംഭവിച്ച ട്രാജഡി അടക്കം എല്ലാം പത്രവാർത്തയായി മാറും. മാത്രമല്ല, ആ കൊലപാതകത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതായി വരും. എന്നിട്ട് നിങ്ങൾ ആ ബോഡി മറവ് ചെയ്തു. എവിടെ? നോ, ഞാനല്ല, വേറെ രണ്ടുപേരെ ഏൽപ്പിക്കാ ചെയ്തു. യെസ്, സലീമും ബഷീറും. ആ സലീമാണ് സൂര്യഗിരി എസ്റ്റേറ്റിൽ വെച്ച് മരിച്ചത്. ആം ഐ കറക്റ്റ്? കൊല്ലപ്പെട്ട ആൽബർട്ടിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് സേതു എന്ന ചെറുപ്പക്കാരൻ നിങ്ങളുടെ ബ്രദറിനുള്ളവരുടെ എസ്റ്റേറ്റിൽ ജീവിക്കുന്നതായി നിങ്ങൾ കണ്ടു. സലീമിനെ അയച്ച് ഒരു നാച്ചുറൽ ആക്സിഡന്റ് എന്ന് തോന്നിപ്പിക്കും വിധം സേതു കൊല്ലപ്പെടുകയാണെങ്കിൽ അവിടെയെല്ലാം അവസാനിക്കുമെന്ന് നിങ്ങൾ ധരിച്ചു. കാരണം ആൽബർട്ടിന്റെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാൻ വേണ്ടി ഈ സേതു അയാളെ കൊന്നിരിക്കാമെന്ന് പോലീസ് ധരിച്ചുകൊള്ളും. ബിക്കോസ് ഈ സേതു ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ടവനാണല്ലോ. അതുവഴി എന്നേക്കുമായി സത്യങ്ങൾ കുഴിച്ചു മൂടപ്പെടുമെന്ന് മിസ്റ്റർ മേനോൻ വിശ്വസിച്ചു അല്ലേ? ഇനിയും മിസ്റ്റർ നീളുകയാണല്ലോ മേനോൻ. ബട്ട് എനിക്കിപ്പോ നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ആ ബഷീറിന്റെ വീടേതാ? അതിന് അവനീടെ ഇങ്ങോട്ട് വരാറില്ല സാർ, വീട് കൂട്ടിക്കിടക്കുക. മച്ചനെ തീപ്പിടി നിന്ന് കൊള്ളങ്ങനുണ്ട്? കൊള്ളാവോ? ബഷീർന്നല്ലേ പേര്? എങ്ങനെ അറിഞ്ഞു? ഒന്ന് ചുമ്മാ അറിയുന്നേ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാടോ. ബോഡിയുടെ സ്കളിൽ നിന്നും കിട്ടിയ ബുള്ളറ്റാണിത്. ഇതാണ് മരണത്തിനിടയാക്കിയെന്നതിന് സംശയമില്ല. ബുള്ളറ്റിലെ മാർക്കിംഗ്സ് നോക്കി ഉപയോഗിച്ച തോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓഫ് കോഴ്സ്, അതിന്റെ ക്ലിയർ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി തരാം. അങ്ങനെയാണെങ്കിൽ തോക്കിന്റെ ഉടമയെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. I see. എന്തായി ഐസക്? ഫോറൻസിക് ലാബിൽ റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല സർ, എക്സാമിൻ ചെയ്യുന്നതേ ഉള്ളൂ. എന്റെ സംശയങ്ങളും മറ്റു ഹിൻസും അഡ്വക്കേറ്റ് പിള്ളയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അയാളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ബട്ട് ഡോണ്ട് ടേക്ക് എനി ഹേസ്റ്റി സ്റ്റെപ്സ്. അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഐസകിന് അറിയാമല്ലോ. യെസ്, 1 second, ഇറ്റ്സ് ഫോർ യു. ഹലോ, അതെയോ? ഞാനിതാ വരുന്നു. ലാബിൽ നിന്നാണ്. റിപ്പോർട്ടുമായി ഞാൻ ഉടനെ എത്താം. വാട്ട് ഡു യു മീൻ? ആൽബർട്ട് എന്ന ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നത് നിങ്ങളല്ലേ? മിസ്റ്റർ പിള്ളേ, ഏതൊരു കുറ്റവാളിക്കും അറിയാതെ സംഭവിക്കാവുന്ന ഒരു ഓവർസൈറ്റ്. ദാറ്റ് ഈസ് അവർ ലൂപ്പ് ഹോൾ. അതിൽ ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ കൈയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആൽബർട്ട് എന്ന ചെറുപ്പക്കാരന്റെ മരണത്തിനിടയാക്കിയത് നിങ്ങളുടെ കൈവശമുള്ള വെബ്ലി 32 എന്ന് പേരുള്ള ലൈസൻസ്ഡ് പിസ്റ്റളിലെ ബുള്ളറ്റ് അല്ലേ? നിങ്ങൾ ഈ പിസ്റ്റൾ വാങ്ങിയ റോഡ്രിക്സ് ആൻഡ് സൺസ് എന്ന കമ്പനി ബുള്ളറ്റിലെ മാർക്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കൊലപാതക കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവുകൾ വേണം?
യു ആർ എ ബ്രില്യന്റ്ലി സ്കീമിംഗ് ക്രിമിനൽ മിസ്റ്റർ ആർ കെ പിള്ളൈ. നോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് തെളിയിക്കേണ്ടത് കോടതിയാണ്. അതെ, നമുക്ക് കോടതി വെച്ച് കാണാം. കാണാം മിസ്റ്റർ പിള്ളൈ. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ എനിക്കിപ്പോ ആകെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു ഗുഡ് ലക്ക് ആശംസിക്കുക എന്നത് മാത്രമാണ്. ഓക്കേ?